ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പേട്രിയോട്ട് അല്ലെങ്കിൽ പാട്രിയറ്റ്, അതായത് നമ്മുടെ രാജ്യത്തിനെ മരിച്ച് സ്നേഹിക്കുന്ന ഒരാൾ, അതാണ് പാട്രിയറ്റ്. അതൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. പക്ഷേ ലാലേട്ടനും മമ്മൂക്കായും ഒരുമിച്ച് വരുന്ന പടം എത്രയോ നാൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു നേരെ മറ്റേ മാത്തുക്കുട്ടി ആ പടത്തിൽ എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് മുഖാമുഖം വന്ന് നിന്നത്. അതിന് ശേഷം വരണ ഒരു ലാലേട്ടൻ മമ്മൂക്ക പടം. മോനെ ഇത്രയും മതി ഈ സിനിമയുടെ ഹൈപ്പിന്. ഞാൻ പറയാം, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഈ പടം 4-ാം തീയതി റിലീസാവായിരുന്ന സിനിമയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GCCയിലുള്ള ഈ അടിയും ബഹളവും ബോംബൊക്കെ കാരണം നമുക്ക് അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഐ തിങ്ക് റിലീസ് അങ്ങോട്ടൊരു 4-ാം തീയതിക്ക് എന്തോ മാറ്റി. ഇതിൻ്റെ ഒരു ചെറിയ ടീസർ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് പ്രെറ്റി കൂൾ, ഐ എം നോട്ട് ഗോണ ലൈ. അവർ മാത്രമല്ല, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിലുണ്ട്, നയൻതാര, രേവതി, പിന്നെ രാജീവ് മേനോൻ തുടങ്ങിയവരൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ താരങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. അതൊക്കെ അങ്ങനെ വരും, കേട്ടതല്ല, ഉണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും മഹേഷ് നാരായണനാണ് ഡയറക്ഷൻ. അറിയാമല്ലോ, നമ്മുടെ കിടിലം പടങ്ങളൊക്കെ ചെയ്ത അണ്ണനാണ്. അപ്പം അണ്ണൻ്റെ പടമാണ്. നമുക്കെന്താണെങ്കിലും ട്രെയിലർ വന്നിട്ടുണ്ട്. ഇത് ലോഞ്ച് ചെയ്തേക്കണൊക്കെ പൊളിയാണ് കേട്ടോ. ലാലേട്ടൻ കവിതയിലും മമ്മൂക്ക രാഗത്തിലുമാണ് ചെയ്തേക്കുന്നത്, തൃശ്ശൂർ. അങ്ങനെയൊക്കെയാണ് ലോഞ്ചിങ് ഒക്കെ നടന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ആൻഡോ ജോസഫാണ് പ്രൊഡ്യൂസർ. 3 മിനിറ്റ് 33 സെക്കൻഡുമാണ്. വലിയ ടീസർ. മെയ് 1-ാം തീയതി കേട്ടോ. മെയ് 1-നാണ് ഈ പറയുന്ന സിനിമ വരാൻ പോകുന്നത്. ആയിക്കോട്ടെ. തുറന്നു പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാൻ. என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அதை எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்ணுறது உங்களுக்கு நியாயமாக தோணுதா? The next revolutionary service from Shakti Solutions. Samaj Seva, the social evaluator. Blog number 112. നമുക്ക് ബ്ലോഗറാണ്. സെറ്റ് വിമതനാണ്. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. I don't know what is happening with my phone. പെരിസ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. ഇത് മറ്റേതാണ്, ക്യാമറ നമ്മൾ മറ്റേ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെയാണ് ഈ പെരിസ്കോപ്പ് എന്ന് പറയുന്ന പരിപാടി. വെരി ഇൻട്രസ്റ്റിംഗ്. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവള് ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്ന് പോലീസ് പറയുന്നു. Is that similar to Periscope? ടെക് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് പെരിസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടെലിഫോട്ടോ ആണ്. പെരിസ്കോപ്പ് ലെൻസ് എന്തിനാന്ന് നോക്കാം. Issue a lookout notice for Dr. Daniel James. I think my phone has been compromised. He's turned out to be a traitor. So the passenger has ദുബായിലെത്തിയ taken the opposite exit and he is going to the next terminal. How is that possible? ഡാനിയൽ ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. എന്തിനടേ Daniel has summoned എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, I'll even play the video, each and everything. എനിക്കൊരു കാര്യം പറയാനുണ്ട്. 1 മിനിറ്റ് 2 മിനിറ്റ് ആയി. ലാലേട്ടാ എവിടെ? എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is helping him. യെസ്, ഞാൻ അതാണ് ആലോചിച്ചത്. എനിക്ക് മറ്റേലേ പറ്റുള്ളൂ. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. ഒരു പടം ഇരിക്കും കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ഇടേ. വിഷ്ണു ഗോവിന്ദ് ഓഡിയോഗ്രഫി. എഡിറ്റഡ് മഹേഷ് നാരായണൻ തന്നെ. നമ്മൾ ഒരുമിച്ചല്ലടാ എല്ലാം തുടങ്ങിയത്. ഫഹദാണോ വില്ലൻ?
ഇന്ദ്രൻ ചേട്ടൻ. എന്തൊരു മേക്കിംഗ് ഇടേ. സുഷിൻ ശ്യാമ് മ്യൂസിക്. അച്ഛനാ? ആരച്ഛൻ? ആരാണ് അച്ഛൻ ഫഹദ് ഫാസിലിന്റെ? ഇതിലാണ് ട്രെയിലർ. ಸರ್ ನೀವು ಟೆರರಿಸ್ಟ್ ಆಫ್ ಪೊಲೀಸಾ? പേട്രിയറ്റ്. രാജ്യസ്നേഹി. എടാ എന്തൊരു ട്രെയിലർ ഇടേ ഇത്. ഹോളിവുഡ് സിനിമ. എന്തിനിടെ മറ്റേ ഈ എന്തായിരുന്നു ആ സിനിമയുടെ പേര്? ബോഡി ഓഫ് ലൈസ്. അങ്ങനെ ഒരു സിനിമയുണ്ട്. നമ്മുടെ എൻ്റെ ഡയറക്ടർ ആരായിരുന്നു? ഗ്ലാഡിയേറ്ററൊക്കെ ഡയറക്ടർ ചെയ്ത മനുഷ്യനാണ് അയാൾ. ആ ബോഡി ഓഫ് ലൈസ് എന്ന സിനിമയുടെയൊക്കെ ഒരു ഫീല് നമുക്ക് ഇതിൽ കിട്ടുന്നു. ഒരു 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 സ്പൈ, എസ്പിയനാജ്, അങ്ങനത്തെ ഒരു പടം ഉണ്ടല്ലോ. വാവ്. 2 പേരും ഉണ്ട്. ഒന്നുമില്ല, ലാലേട്ടൻ സഹായിക്കാൻ വരുന്നതാണ്. ഓ അത് മതി. ഇത് തിയേറ്റർ കത്തും. ഞാനൊക്കെ മിക്കവാറും സീറ്റ് ഇരുന്ന് കാണുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എൻ്റെ അമ്മോ എന്തൊരു ട്രെയിലർ ഇടയത്. അതൊക്കെ ഒരു പീക്ക് ലെവൽ ഐറ്റം ആവാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. ഒരു ഏകദേശം കുറേ നാളായിട്ട് എടുത്തുകൊണ്ടിരുന്ന സിനിമയാണ് ഫിംഗേഴ്സ് ഡബിൾ ക്രോസ്. മിന്നിച്ചേക്കണേ. നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമാണ്. എനിക്കത് എങ്ങനെ കൺവേ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഒരു ഭയങ്കര മാസ് പരിപാടിയൊന്നും അല്ലെങ്കിൽ പോലും ഭയങ്കര ക്ലാസ് രീതിയിലുള്ളൊരു ട്രെയിലർ. അതിൻ്റെ ഒരു സ്റ്റോറി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മൂഡ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് ഒരു ഐ ഡോണ്ട് നോ. നിങ്ങൾ പറ. എനിക്ക് ഭയങ്കര കിടിലായിട്ട് തോന്നി. പേട്രിയോട്ട് നമുക്ക് നോക്കാം.